ഞാൻ അഖിലിനെ ഒന്ന് വിളിക്കാം. ഹലോ ജെഡി. എന്തായി അഖിൽ, ഇനി അപ്ഡേറ്റ്സ്? ആ ഉണ്ട്. ശരി അഖിൽ, ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ ഓക്കെ. എന്തായി? പറയാം. എടി ദുർഗേ, സ്കൂളിലെ പിള്ളേരോട് വായിട്ടലയ്ക്കാൻ പോവാൻ തോന്നുന്നു. വാ നമുക്ക് പോവാം കിരൺ. ഡി, ഇന്ന് മുതൽ ഞാൻ ആരാണെന്നറിയോ? എന്റെ ജോലി എന്താന്ന് നിനക്കറിയോ? ഇന്ദിര ടിവിയുടെ CEO ആണ് ഞാൻ. കേട്ടിട്ട് നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ ദുർഗെ? അതൊക്കെ സ്വാഭാവികം. ഒരു വീട്ടില് ഒരേപോലെ ജനിച്ച് ഒരേപോലെ വളർന്നിട്ടും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഭാഗ്യങ്ങൾ വരിവരിയായിട്ട് വരുന്നേന്ന് ഓർക്കുമ്പോ ആർക്കായാലും അസൂയ തോന്നും. എനിക്ക് ഒരു അസൂയയില്ല അഷിതേ. നീ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്നു മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഓ, എന്തൊരു അഭിനയം! മനസ്സിലൊന്നു വെച്ച് അത് മുഖത്ത് കാണിക്കാതെ ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ഇത്ര കഴിവ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. ദുർഗെ, സമയം പോകുന്നു, വാ നമുക്കിറങ്ങാം. ആ, വേഗം ചെല്ല്. എന്നാലല്ലേ ഞങ്ങളെ പറ്റിച്ച് സ്വത്തടിച്ചു മാറ്റാൻ നോക്കിയ പോലെ വേറെ ആരെങ്കിലും ഒക്കെ പറ്റിക്കാൻ സാധിക്കൂ. നീ എന്തിനാടി എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? ഇവനെ പോലൊരു കള്ളന്റെ ഭാര്യ ഇരുന്നിട്ട് നീ എന്റെ നേരെ നിന്ന് സംസാരിക്കുന്നത് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാ. വേണ്ട അഷിതേ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. അയ്യോ, പേടിപ്പിക്കല്ലേ. ഞാൻ പേടിച്ച് രാത്രി കിടന്ന് ഞെട്ടു. ഒന്ന് പോ അവിടുന്ന്. അഷിത, വേണ്ട. എന്റെ മുന്നിൽ വെച്ച് കിരണിന് എന്തെങ്കിലും പറഞ്ഞോ? ആഹാ, പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? പറയടി, നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ എന്താ ഇവിടെ പ്രശ്നം? നിന്നെ ഒരു വഴക്ക് പറഞ്ഞോ? ഹേ, അതിനുള്ള ധൈര്യമൊന്നും ഇവർക്കില്ല. ഇനി അങ്ങനെ ശ്രമിച്ച മറ്റുള്ളവരെ പോലെ ഞാൻ ക്ഷമിക്കുമെന്ന് ആരും കരുതുകയും വേണ്ട. രണ്ടിനും അടുത്ത സെക്കൻഡിൽ പറപ്പിക്കും ഞാൻ. വാ പൃഥ്വി, നമുക്ക് പോവാം. എന്തൊരു അഹങ്കാരം അവൾക്ക്. ചില സമയത്ത് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുന്നതാ കിരൺ നല്ലത്. ഇപ്പൊ നമ്മൾ പ്രതികരിച്ച കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ശരിയാ, നമുക്ക് പോവാം. ശശി, ഇതാ നമ്മുടെ ഓഫീസ്. താൻ ഇവിടെ വന്നതോടെ നമ്മുടെ ഓഫീസിന് ഒരു പുതു ജീവൻ വെക്കും. എനിക്കത് ഉറപ്പാ.